അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് വെറുതെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് വെറുതെ ആയി. ഇന്നൊരു മരിപ്പിൻ്റെ അടക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഞങ്ങൾ പോസ്റ്റായി. അങ്ങനെ ഞാനും അച്ഛനും കൂടെ വൈകുന്നേരം ബോട്ടിങ്ങിന് വരാമെന്ന് വെച്ച് ഇവിടെ വയ്യാങ്കര ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ ബോട്ടിങ്ങിന് വരുന്ന വീഡിയോ ആണ് ഫ്രണ്ട്സ് ഇന്നത്തേത്. ഗായ്സ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ളൊരു സ്പോട്ടാണ്. അപ്പം പണ്ടിത് ഒരു വൃത്തികേടായിട്ടൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെ അത് ആലപ്പുഴ ജില്ലാ ഭരണകൂടമൊക്കെ ഏറ്റെടുത്ത് അത്യാവശ്യം അടിപൊളി ആയിട്ടുള്ളൊരു സ്ഥലമാക്കി. എന്നാണ് ആ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വയ്യാങ്കര ചിറ. അപ്പോൾ അതിനോട് ചേർന്ന ഈ സ്പോട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത്, ബോട്ടിങ്ങിന് പോകുന്നത് അങ്ങോട്ടാണ്. വയ്യാങ്കര ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയും. ഫ്രണ്ട്സ്, ബോട്ടിങ്ങിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപ. അതായത് ഞങ്ങൾ 2 പേർക്ക് എടുത്തപ്പം 100 വെച്ച് 200 രൂപ. അല്ലാതെ ഇവിടെ കയറാനുള്ള ഫീ ഒരാൾക്ക് 20 രൂപ. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയാണ്. ഫ്രണ്ട്സ്, ഇതാണ് ഈ എൻട്രി. ഈ ഗ്രീൻ ഫോറസ്റ്റിലോട്ട് കയറാനുള്ള എൻട്രി ഇതാണ്. ഫ്രണ്ട്സ്, ഇങ്ങനെ വൈകുന്നേരമൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ, ഫാമിലിയായിട്ടൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇതാണ് ഗ്രീൻ ഫോറസ്റ്റ്. മെയിനായിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ള. ഫ്രണ്ട്സ്, അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇവിടെ കാണാൻ വേണ്ടിയോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ചെറുതായിട്ട് വൈകുന്നേരമൊക്കെ ഒന്ന് ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. മെയിനായിട്ട് പിള്ളേർക്കൊക്കെ പറ്റിയ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് ഈ സൈഡിൽ. കാണുന്ന ചിൽഡ്രൻസ് പാർക്കാണ്. പിന്നെ ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ വരാൻ നല്ല രസമാണ്. ഇവിടുത്തെ ഒരു ബ്രിഡ്ജുണ്ട് സൈഡിൽ. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അല്ലാതെ അധികമായിട്ടൊന്നും ഇവിടെ പ്രതീക്ഷിക്കാനൊന്നുമില്ല. അപ്പോൾ മച്ചാന്മാരെ, ഇതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ. വൈകുന്നേരമൊക്കെ ഈ സൺസെറ്റും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് ഇവിടെ കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് ഇവിടെ ആളുകൾ വരുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കാണാൻ കഴിയും. അതാണ് ഈ ഗ്രീൻ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത. ഫ്രണ്ട്സ്, ഇതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഗ്രീൻ ഫോറസ്റ്റ്. അച്ചു വെയിറ്റിംഗ് ആണ് ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി. ടിക്കറ്റൊക്കെ എടുത്തിരിക്കുക. പാസ്. ബോട്ടിങ് അടിപൊളിയാണ്. കുറേ പേര് പോകുന്നുണ്ട്. ഞങ്ങൾക്കും പോകണം. പണ്ട് ഞാനിത് ഇത്രയും സെറ്റാക്കുന്ന മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാതെ മോശപ്പെട്ട രീതിയിലൊക്കെ ഇവിടെ കിടന്ന് ഇത്രയ്ക്ക് നവീകരണവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും ഗവൺമെൻറ്റും ഇവിടുത്തെ ആൾക്കാരൊക്കെ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഈ കാര്യത്തിൽ. അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല. പിന്നെ ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ നോക്കി നടത്തുന്ന ആൾക്കാരൊക്കെ, ഇത് എംപ്ലോയീസ് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ കുഴപ്പമില്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെയൊക്കെയുള്ള പ്ലേസുകളുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സത്യത്തിൽ കുറവാണ്. അപ്പം നമ്മളിത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം ഈ സ്ഥലമൊക്കെ. ബോട്ടിങ് പറയടാ. മണിക്കൂർ വല്ലതും ഉണ്ടോ? അവരോട് ചോദിച്ചപ്പം പറഞ്ഞത് 100 രൂപയുടെ ഒരു പാസ് എടുത്താൽ നമുക്ക് അത്യാവശ്യ സമയം ബോട്ടിങ് ചെയ്യാമെന്ന് പറഞ്ഞുള്ളൂ. സമയമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഈ മുളകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ സൈഡിൽ. അവരിങ്ങനെ നട്ടു വളർത്തിയിട്ടുണ്ട്. അങ്ങോട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട് നന്നായിട്ട് മുള.
ഞങ്ങൾ ആക്ച്വലി ഈ ബോട്ടിങ്ങിൻ്റെ ഫീസ് അടച്ചത് ഇവിടെ അല്ല, ആദ്യം വന്ന സ്ഥലത്തായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പുള്ളിക്കാരി ഇരിപ്പുണ്ട് പാസ് തരാൻ വേണ്ടി. നമ്മുടെ പരിസരത്തൊക്കെയുള്ള നല്ല രീതിയിൽ ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അത് തന്നെ ഒരു നല്ല കാര്യം. ഇങ്ങനെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാകുമ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാൻ ഇവിടുത്തെ പ്രാദേശികവാസികളൊക്കെ വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. നന്നായിട്ട് ആളുകളൊക്കെ ഉണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം ആണെങ്കിലും. വഴഞ്ഞോ നിനക്ക് രണ്ടെണ്ണം ഉണ്ടോടാ? എനിക്കൊന്നേ ഉള്ളല്ലോ. ഫ്രണ്ട്സ്, ലൈഫ് ജാക്കറ്റിലൊരു വിസിലൊക്കെ ഉണ്ട്. ഫുൾ സേഫ്റ്റിയാണ്, സേഫ്റ്റി. അച്ചു അവിടെ ഇട്ടിട്ടിരിക്കുക. അവന് ഇത്രയും സേഫ്റ്റി ഇല്ല അവൻ്റെ ലൈഫ് ഗാർഡിനകത്ത്, സോറി ലൈഫ് ജാക്കറ്റിൽ. എന്താ പറയാനാ. ഗായ്സ്, ഞങ്ങൾ ഫൈനലി മറ്റേ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ അച്ചുവാ, ഫ്രണ്ട് ഞാനാ. സത്യത്തിൽ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. കുഴപ്പമില്ല. അച്ചുവേ എങ്ങനെയുണ്ട്? ഇതെന്താ എങ്ങോട്ടും പോവാത്തേ? ഏടാ ഞാൻ തുഴയാം, വെയിറ്റ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ എന്താണ് കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പുറത്തൊക്കെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ എങ്ങോട്ടാ പോകണ്ട? നമുക്ക് എങ്ങോട്ടാ പോകണ്ട? ഫ്രണ്ട്സ്, വെള്ളം ഒഴിക്കാ. ഇതാണ്ട് അല്ലാതുള്ള ബോട്ടിൽ നിന്ന് കുറച്ച് പേര് ഫാമിലി ആയിട്ട് വരുന്നു. അവർ മറ്റേ സൈക്ലോണക്ക് ചവിട്ടുമ്പം പോകുന്ന ആ ബോട്ടിലാണ് അവർ പോകുന്നത്. എങ്ങോട്ടാ? നേരെയോ? ഓക്കേ. അപ്പം നമ്മുടെ മച്ചാന്നാണ്ട തുഴയുക, ആവേശം മൂന്ന് തുഴയുക. ഇടയ്ക്ക് പായലൊക്കെ പൊങ്ങി തലയിലൊക്കെ വീണായിരുന്നു. അല്ലയോടാ? നല്ല രസമുണ്ട് കേട്ടോ. 100 രൂപയ്ക്ക് ഇത് വെർത്തായിട്ട് തോന്നുക. നമുക്ക് സമയമൊന്നുമില്ല, തുഴയാം. ഒരു സന്ധ്യ ആവുന്ന ഒരു സമയം, സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയമുണ്ട്. ഒരു പ്രത്യേക കാറ്റും അധികം സൺലൈറ്റും ഒന്നുമില്ല. നല്ല രസമുണ്ട്, നല്ല ഫീലുണ്ട്. ഫ്രണ്ട്സ്, ഈ ഒരു വിഷ്വലുണ്ടോ? കൊക്കുകളൊക്കെ ദാണ്ട പറന്നു പോന്ന്. എൻ്റെ മോനെ, എന്നാ വിഷ്വല. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പറവകള്, കൊക്കുകള്. കൂട്ടിമുട്ടോ? ഇല്ല ഇല്ല, രക്ഷോട്ട്. ഓ, വരുന്ന വഴി വേറെ ഒരു ആൾക്കാരുമായിട്ട് കൂട്ടിമുട്ടാൻ പോയി. ഫ്രണ്ട്സ്, ആ കാണുന്ന സ്ഥലം ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നോർമൽ വീഡിയോ. അതായത് വീട്ടിൽ ഇരുന്ന സമയത്ത് വന്ന് ബോട്ടിങ് ചെയ്യാന്ന് വെച്ച് ഈ ഗ്രീൻ ഫോറസ്റ്റ് വന്ന് കയാക്കിങ് ചെയ്തൊരു വീഡിയോ. വേറെ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കയാക്കിങ്ങാണ് ചൂസ് ചെയ്തത്. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പം എൻ്റെ കൂടെയുള്ള അച്ചു മച്ചാനോടൊപ്പം ഇറ്റ്സ് മീ ജോഷ സൈനിങ് ഔട്ട്.